ക്രൈംബ്രാഞ്ചും റിപ്പോർട്ടർ ടിവിയും കിടന്ന് പരിശ്രമിച്ചിട്ടും മാങ്കൂട്ടം എംഎൽഎയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് അന്വേഷണ സംഘങ്ങൾക്കും കേരളം ഒരു വിലയിട്ട് കഴിഞ്ഞു. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നാണം മാനവും പോകും എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അവസ്ഥ. മാങ്കൂട്ടം എംഎൽഎക്കെതിരെയുള്ള ആരോപണത്തിൽ പരാതിയോ കേസോ കിട്ടാത്തതുകൊണ്ട് നാണം കെട്ടെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു പോകുന്നത് നിർത്തിയിട്ടില്ല. എംഎൽഎക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ഇതുവരെ പുറത്തുവരാത്ത രാഹുലിൻ്റെ ടെലഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളും അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇറങ്ങിയിട്ടുള്ളത്. പരാതിക്കാരിയുടെ അടക്കം മൊഴിയെടുക്കലും ക്രൈംബ്രാഞ്ച് വേഗത്തിലാക്കി. മൊഴിയെടുക്കൽ അന്തിമഘട്ടത്തിലെന്ന് പറയുമ്പോഴും ഒന്നും പുറത്തുവരുന്നുമില്ല. ഇരയുമായി കൂടിക്കാഴ്ച നടത്തിയ മാധ്യമപ്രവർത്തകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. രാഹുൽ അശ്ലീല സന്ദേശം അയച്ചുവെന്ന് ആരോപണം ഉന്നയിച്ച നടി എന്ന് പറയുന്ന റിനി ജോർജിൻ്റെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഗർഭചിത്രത്തിന് ഇരയായ യുവതികളുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമം നടത്തുന്നുണ്ട്. ഇത് കേസിൽ വളരെ നിർണായകമാകുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന രാഹുലിൻ്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് നമുക്കറിയാം, റിപ്പോർട്ടർ ടിവിയാണ്. അവരും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ റിപ്പോർട്ടർ ചാനലും ക്രൈംബ്രാഞ്ചും കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പൊക്കി അകത്തിടും എന്നാണ് പൊതുവെ സഖാക്കളൊക്കെ ധരിച്ചു വച്ചിരുന്നത്. ഒരാവശ്യവും ഈ സമൂഹത്തിനില്ലാതെ വെറുതെ ആളാവാൻ നോക്കി രാഹുലിനെതിരെ പരാതി നൽകിയ ഒരു അഭിഭാഷകൻ അടക്കമുള്ളവരുടെ മൊഴിയായിരുന്നു ക്രൈംബ്രാഞ്ച് ആദ്യം തന്നെ രേഖപ്പെടുത്തിയത്. അത് ഒരു ലക്ഷ്യമില്ലാത്ത പോക്കായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റേത് എന്നും വളരെ വ്യക്തമാണ്. തുടർന്നാണ് തെളിവ് ശേഖരണത്തിലേക്ക് കടന്നത്. അപ്പോഴാണ് ഈ റിപ്പോർട്ടർ ടിവിയൊക്കെ പുറത്തുവിട്ട ഇന്നും സത്യമെന്ന് തെളിയാത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില നിർബന്ധിക്കുന്ന ശബ്ദരേഖകളടക്കം ക്രൈംബ്രാഞ്ച് പരിശോധിച്ചത്. അങ്ങനെ യാതൊന്നും വ്യക്തമല്ലാതെ റിപ്പോർട്ടർ ടിവിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള തെളിവുകളല്ലാതെ മറ്റൊന്നും ക്രൈംബ്രാഞ്ചിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. നമുക്കറിയാം, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളെല്ലാം ശേഖരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംസ്കാരമുള്ള ചാനൽ മലയാളത്തിലുള്ളൂ എന്നത്. ഇതിന് ശേഷമാണ് ടെലഗ്രാം ചാറ്റുകൾ അടക്കം ശേഖരിച്ചത്. ഏതായാലും ഓപ്പറേഷൻ രാഹുൽ മാങ്കൂട്ടം 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. റിപ്പോർട്ടർ എന്ന CPMൻ്റെ വിഴുപ്പലക്കൽ ചാനൽ എത്ര മുങ്ങിത്തപ്പി നോക്കിയിട്ടും ഒരു ചുക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 അന്വേഷണ സംഘത്തെയാണ് പിണറായി നിയമിച്ചത് എന്ന് തോന്നുന്നു. ഒന്ന് ക്രൈംബ്രാഞ്ചും മറ്റൊന്ന് റിപ്പോർട്ടർ ടിവി. ഈ 2 സംഘങ്ങളും ആവുന്നത്ര പണി 18 നോക്കിയിട്ടും ഒരു ചുക്കും കണ്ടെത്താനായിട്ടില്ല. നാണക്കേടാകാതിരിക്കാൻ ഇപ്പോൾ ചില കുറുക്കുവഴികളുമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് മാത്രം.